2010 ഒരു ചെറിയ മുറിയിൽ ഭാവേഷ് അഗർവാൾ എന്ന യുവാവ് തന്റെ തീരെ ചെറിയ സ്റ്റാർട്ടപ്പിന് വേണ്ടി ആദ്യമായി നിക്ഷേപകരെ അഭിമുഖീകരിക്കുന്നു. അടുത്ത 12 വർഷത്തിനുള്ളിൽ തന്റെ സ്റ്റാർട്ടപ്പിൽ ഒരു ഡ്രൈവറായി ജോലി ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയുടെ ഇലോൺ മസ്ക് എന്നറിയപ്പെടുന്നതിനെക്കുറിച്ച് അയാൾ അന്ന് തീർത്തും അജ്ഞനായിരുന്നു. ഞങ്ങൾ വെറുമൊരു വെബ്സൈറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് മികച്ച എൻഡ് ടു എൻഡ് അനുഭവം നൽകുന്നതിൽ ഞങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ബിസിനസ്സുകളുടെ എണ്ണത്തിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒന്നേ ഉള്ളൂ, അതിനെ വിളിക്കുന്നത് ഓല മണി, ഓല കാഫെ, ഓല ബോട്ട്. അദ്ദേഹം ഇലക്ട്രിക് വാഹനങ്ങളുടെ രാജാവും ഏറ്റവും പ്രായം കുറഞ്ഞ സ്വയം നിർമ്മിത കോടീശ്വരന്മാരിൽ ഒരാളായി മാറും. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് മാധ്യമങ്ങൾക്കും സ്വന്തം ജീവനക്കാർക്കുമിടയിൽ ഒരു വില്ലനായി മാറിയത്? എന്തിനാണ് ആളുകൾ അദ്ദേഹത്തെ അടുത്ത ബൈജു എന്ന് വിളിക്കാൻ തുടങ്ങിയത്? ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും അഭിലാഷിയായ സംരംഭകന്റെ കഥ. ഭാവേഷ് അഗർവാൾ ജോലി ഉപേക്ഷിച്ച് ഭാര്യയിൽ നിന്ന് പണം കടം വാങ്ങി 2010 ഓല ക്യാബ്സ് ആരംഭിച്ചു. നഗരത്തിൽ എവിടെയും നിങ്ങളുടെ ഫോണിൽ ഒരു സവാരി മാന്ത്രികമായി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭമായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ ഈ അഭിനിവേശവും ധൈര്യവും നിക്ഷേപകരെ ആകർഷിച്ചു. അവർ ധാരാളം പണം അദ്ദേഹത്തിന് നൽകി. അങ്ങനെ ഉപഭോക്താക്കൾക്ക് വലിയ ഡിസ്കൗണ്ടുകളും ഡ്രൈവർമാർക്ക് ഇൻസെന്റീവുകളുമായി അദ്ദേഹം പണം ചെലവഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സൗജന്യ ക്യാബ് സവാരികൾക്കായി ഓലയിലേക്ക് ഒഴുകിയെത്തി. അതേസമയം ഡ്രൈവർമാർ ഇൻസെന്റീവുകളിലൂടെ പ്രതിമാസം 1 ലക്ഷം രൂപയിലധികം സമ്പാദിക്കാൻ തുടങ്ങി. പലരും ഓലയിൽ ഒന്നിലധികം ക്യാബുകൾ ഓടിക്കാൻ വേണ്ടി മാത്രം EMI കാറുകൾ എടുത്തു. യൂബറുമായുള്ള രക്തരൂക്ഷിതമായ യുദ്ധം. എന്നാൽ അവിടെയാണ് അദ്ദേഹത്തിന്റെ ദുരിതകാലം ആരംഭിക്കുന്നത്. ഓല കണ്ട് ഈ വലിയ സാധ്യത മനസ്സിലാക്കിയ യൂബർ ഓല തുടങ്ങി 3 വർഷത്തിനു ശേഷം ഇന്ത്യയിൽ പ്രവേശിച്ചു. അവരും അതേ തന്ത്രം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പരസ്പരം മറികടക്കാൻ കോടിക്കണക്കിന് പണം കത്തിച്ചുകൊണ്ട് രക്തരൂക്ഷിതമായ ഒരു വിലയുദ്ധം തുടങ്ങി. എങ്കിലും വിജയിയായി ഉയർന്നു വന്നത് ഭാവേഷ് ആയിരുന്നു. 2015 ആയപ്പോഴേക്കും ഓല ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാക്സി ആപ്പായി മാറി. നിക്ഷേപകരുടെ സമ്മർദ്ദം, പാർട്ടി അവസാനിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ സന്തോഷം വളരെ കുറച്ചു കാലത്തേക്കായിരുന്നു. ശതകോടിക്കണക്കിന് ഡോളർ കത്തിച്ചതിനു ശേഷം ലാഭം കാണിക്കാൻ നിക്ഷേപകർ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ തുടങ്ങി. അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗമില്ലായിരുന്നു. പാർട്ടി അവസാനിച്ചു. സൗജന്യ സവാരികൾ ഇല്ലാതായി. ഡ്രൈവർമാർക്കുള്ള ഇൻസെന്റീവുകൾ നിന്നുപോയി. എന്നാൽ അത് മതിയായിരുന്നില്ല. അതിനാൽ അദ്ദേഹം കൂടുതൽ വെട്ടിച്ചുരുക്കാൻ തുടങ്ങി. റൈഡർ ഡിസ്കൗണ്ടുകൾക്ക് പകരം സെർച്ച് പ്രൈസിംഗ് ഏർപ്പെടുത്തി. അതേസമയം ഡ്രൈവർമാരിൽ നിന്ന് ഈടാക്കുന്ന കമ്മീഷൻ ഏകദേശം 5 ഇരട്ടിയായി വർദ്ധിച്ചു. ഓലയിലെ ഡ്രൈവർമാർക്ക് പെട്ടെന്ന് വരുമാനം 30,000 രൂപയായി കുറഞ്ഞു. വർഷങ്ങളോളം ഉറക്കമില്ലാത്ത രാത്രികൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ഓല കെട്ടിപ്പടുത്തതിനു ശേഷം അദ്ദേഹം തന്റെ തീരുമാനങ്ങൾ അതേ ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കുന്നത് ഉള്ളിൽ വെച്ച് വെറുത്തു. എന്നാൽ നിക്ഷേപകരുടെ പ്രതീക്ഷകൾക്ക് മുന്നിൽ തകർന്ന് അദ്ദേഹം മുന്നോട്ട് പോയി. ഇത് ലാഭം കൊയ്യാനുള്ള സമയമാണെന്ന് അദ്ദേഹം കരുതി. ക്യാബ് ബിസിനസ് ലാഭകരമല്ല. എന്നാൽ ഈ തന്ത്രം വലിയ തിരിച്ചടിയാകുമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞില്ല. ഈ ചെലവ് ചുരുക്കത്തിനും ശതകോടിക്കണക്കിന് ഡോളർ കത്തിച്ചതിനും ശേഷവും ഓലയ്ക്ക് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത്. ക്യാബ് ഹാബ്ലിംഗ് ബിസിനസ് അടിസ്ഥാനപരമായി ലാഭകരമല്ല. ഓല ക്യാബ്സിന് ഒരിക്കലും ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും അദ്ദേഹത്തിന് തോൽവി സമ്മതിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹം അടുത്ത മാസങ്ങളിൽ നിരവധി ബദൽ ബിസിനസ്സുകൾ പരീക്ഷിച്ചു. 2015 ഓല കഫേ എന്ന പേരിൽ ഫുഡ് ഡെലിവറി ആരംഭിച്ചു. 2017 നഷ്ടത്തിലായിരുന്ന ഫുഡ് ഡെലിവറി ആപ്പ് ഫുഡ് പാൻഡയെ ഏറ്റെടുത്തു. ഉപയോഗിച്ച കാറുകൾ വാങ്ങാനും വിൽക്കാനുമായി ഓല കാർസ്, ഡിജിറ്റൽ വാലറ്റുകൾക്കായി ഓല മണി, പലചരക്ക് ഡെലിവറിക്കായി ഓല ഡാഷ് എന്നിവയും തുടങ്ങി. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഓലയുടെ സ്വന്തം പിസ്സ ബ്രാൻഡ് പോലും തുടങ്ങി. എല്ലാം വിജയിക്കുമെന്ന് കരുതി. എന്നാൽ ഇവയെല്ലാം പരാജയങ്ങളായിരുന്നു. ഒരു ബിസിനസ്സും ഓലയുടെ കാർ വിളിക്കൽ ബിസിനസിന്റെ അത്രയും വലുതായില്ല. ഇത്രയധികം പരസ്യമായ പരാജയങ്ങൾ ആരെയും അവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കും. അദ്ദേഹം ഏതാണ്ട് തോൽവി സമ്മതിച്ച് പിന്മാറാൻ തയ്യാറായതായിരുന്നു. എന്നാൽ ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുടെ കിരണം കണ്ടത്. ആ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു ഓല ഇലക്ട്രിക്. അത് ഇന്ത്യയിലെ വരാനിരിക്കുന്ന ഇലക്ട്രിക് വാഹന വിപണിയിൽ പന്തയം വെച്ചു. കാർ വിളിക്കൽ ബിസിനസിനേക്കാൾ 9 ഇരട്ടി വലുതായതിനാൽ ഇതാണ് അടുത്ത വലിയ കാര്യമാകാൻ പോകുന്നതെന്ന് ഭവിഷ് കരുതി. ഒരു വലിയ മാറ്റത്തിന്, അതായത് പിവറ്റ്, തയ്യാറാകാൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസം തോന്നി. ഇന്ത്യക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ലോകത്തെ നയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് തന്റെ രാജ്യത്തിനു വേണ്ടി താൻ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ 2019 അദ്ദേഹം ആ സ്വപ്നത്തിനായി തന്റെ മുഴുവൻ ഖ്യാതിയും പണയപ്പെടുത്തി. അദ്ദേഹം ഓല ഇലക്ട്രിക്കിനെ ഒരു പുതിയ കമ്പനിയായി വേർതിരിച്ചു. അതിൽ ഭൂരിപക്ഷം ഓഹരികളും അദ്ദേഹത്തിനായിരുന്നു. കൂടാതെ ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വ്യവസായത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് വാഹനം എങ്ങനെ നിർമ്മിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എങ്കിലും സമയം തീർന്നു പോകുകയായിരുന്നു. എല്ലാം ആദ്യം മുതൽ ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അതൊടുവിൽ അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് നയിക്കുന്ന ഒരു പാതയിലേക്ക് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചു. സമയം കുറവായതിനാൽ അദ്ദേഹം 2020 മെയ് മാസത്തിൽ ആർഗോ എന്ന പേരുള്ള ഒരു യൂറോപ്യൻ സ്കൂട്ടർ കമ്പനിയെ ഏറ്റെടുത്തു. തുടർന്ന് അദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി. ഏറ്റെടുത്ത് 18 മാസത്തിനുള്ളിൽ, അതായത് 2021 ഒക്ടോബറിൽ ഓല ഇലക്ട്രിക് അതിന്റെ ആദ്യത്തെ S1 സ്കൂട്ടർ സീരീസ് വിതരണം ചെയ്യാൻ പോകുന്നു. അതുമാത്രമല്ല, ഓല ക്യാബ്സിന്റെ 1.25 കോടി ഉപഭോക്താക്കൾക്ക് ഏകദേശം 0 ചിലവിൽ S1 സ്കൂട്ടർ വിപണനം ചെയ്യുന്ന ഒരു തന്ത്രം അദ്ദേഹം ആവിഷ്കരിച്ചു. അദ്ദേഹം തന്റെ സ്കൂട്ടറുകൾക്ക് ചുറ്റും വലിയ ഹൈപ്പ് സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തന്ത്രം ഫലം കണ്ടു. ബുക്കിംഗ് തുറന്ന 24 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷത്തിലധികം ബുക്കിംഗുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിലെത്തുന്നതിന് മുൻപേ വിജയിച്ചതോടെ നിക്ഷേപകരും മാധ്യമങ്ങളും അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി. ആളുകൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ ഇലോൺ മസ്ക് എന്ന് വിളിക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തിന്റെ അമിതമായ ആഗ്രഹം കാരണം മാത്രമായിരുന്നില്ല. ആളുകളെ തന്റെ കാഴ്ചപ്പാടിൽ വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ രീതിയായിരുന്നു അതിന് കാരണം. ശരിയായ ആശയവിനിമയത്തിലൂടെ നിങ്ങളുടെ ആശയങ്ങളെ മറ്റുള്ളവർ കാണുന്ന രീതി പൂർണ്ണമായും മാറ്റാൻ കഴിയും. 2019 ഭവിഷ് ഓല ഇലക്ട്രിക് തുടങ്ങിയപ്പോൾ ഒരുതരം ഭ്രാന്തമായ തിടുക്കമായിരുന്നു അദ്ദേഹത്തെ നയിച്ചത്. നിക്ഷേപകരുടെ തുടർച്ചയായ കോളുകളും പരാജയഭീതിയും അതിവേഗം ആവശ്യപ്പെട്ടതിനാൽ അദ്ദേഹം എത്രയും വേഗം ഗ്ലോബൽ ഇലക്ട്രിക് വാഹന രംഗത്തെ നേതാവാകാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ
മറ്റു വഴികളില്ലായിരുന്നു എന്ന് തന്നെയാണ് കാരണം. അങ്ങനെ അമിതമായ ആഗ്രഹവും അഹങ്കാരവും നിക്ഷേപകരുടെ സമ്മർദ്ദവും എല്ലാം ചേർന്നപ്പോൾ അദ്ദേഹം മറ്റെന്തിനേക്കാളും വേഗതയ്ക്ക് പ്രാധാന്യം നൽകി. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹനവും ബാറ്ററി ഫാക്ടറികളും സ്ഥാപിക്കുമെന്നും 2025ഓടെ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇരുചക്ര വാഹനങ്ങൾ അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ നിലവിലെ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം 2020 ഏറ്റെടുത്ത കമ്പനിക്ക് യൂറോപ്പിനായി നിർമ്മിച്ച ഒരു പ്രോട്ടോടൈപ്പ് സ്കൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ കടുപ്പമേറിയ ഇന്ത്യൻ കാലാവസ്ഥയ്ക്കും റോഡുകൾക്കും അനുയോജ്യമാക്കാൻ ധാരാളം ഗവേഷണം ആവശ്യമായിരുന്നു. കൂടാതെ പിഴവുകളും സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ അത് പരീക്ഷിക്കുകയും ചെയ്യണം. ഇതിന് മാസങ്ങൾ എടുക്കേണ്ടതായിരുന്നു. തുടർന്ന് ഓരോ മാസവും ആയിരക്കണക്കിന് ഈ സ്കൂട്ടറുകൾ നിർമ്മിക്കാൻ ആദ്യം മുതൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതിന് 1 വർഷത്തിലധികം എടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഭവിഷിനെ ആകമാനം ഈ തിടുക്കം ഗ്രസിച്ചു. വെറും 18 മാസത്തിനുള്ളിൽ S1 സ്കൂട്ടറുകൾ പുറത്തിറക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അത് അപ്രായോഗികമായ സമയപരിധിയായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്രായോഗികമായ സമയപരിധികളുടെ ഏറ്റവും വലിയ ഇരകളായത് അദ്ദേഹത്തിന്റെ ജീവനക്കാരാണ്. ജോലി ജീവിത സന്തുലിതാവസ്ഥ എന്നത് ശരിയായ നിർമ്മിതിയാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഭവിഷിന്റെ പഠനം. പിന്നീട് ഓലയിലെ ശത്രുത നിറഞ്ഞതും വിഷലിപിതവുമായ തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. രാത്രി 1 മണിക്ക് ആസൂത്രണം ചെയ്യാത്ത മീറ്റിംഗുകൾ, പ്ലാൻ ചെയ്ത അവധിയെടുത്തതിന് ജീവനക്കാരെ പിരിച്ചുവിടൽ, ആഴ്ചയിൽ 7 ദിവസവും 14 മണിക്കൂർ ജോലി. ഇത് ഉസൈൻ ബോൾട്ടിനെ പോലെ ഒരു മാരത്തോൺ ഓടുന്നതിന് തുല്യമായിരുന്നു. എന്നാൽ ജീവനക്കാരെ ഇങ്ങനെ കഠിനമായി ജോലി ചെയ്യിപ്പിച്ചിട്ടും ഫലങ്ങൾ തൃപ്തികരമായിരുന്നില്ല. S1 സ്കൂട്ടറുകളുടെ വിതരണത്തിൽ ചെറിയ കാലതാമസമുണ്ടായ ശേഷം അവ ഒടുവിൽ ഡിസംബറിൽ പുറത്തിറങ്ങി. അതോടുകൂടി ഭവിഷിന്റെ പേടി സ്വപ്നം ആരംഭിച്ചു. ഓല ഇലക്ട്രിക്കിനെ ഉപഭോക്തൃ പരാതികൾ വെള്ളപ്പുഴക്കം പോലെ മൂടി. വാഗ്ദാനം ചെയ്ത നിരവധി ഫീച്ചറുകളില്ലായിരുന്നു. റോഡിന്റെ നടുവിൽ ബാറ്ററി പ്രവർത്തനരഹിതമായി, ഹാൻഡിൽ തനിയെ ലോക്കായി, ഡിസ്പ്ലേ മരവെച്ച് തുടങ്ങിയ പരാതികൾ ഉപഭോക്താക്കൾ റിപ്പോർട്ട് ചെയ്തു. ചില സ്കൂട്ടറുകൾ തനിയെ തീപിടിക്കുകയും അതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. ഓല ഇലക്ട്രിക്കിന് പ്രതിമാസം 80,000 ഉപഭോക്തൃ പരാതികൾ ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം മുഴുവൻ പണവും വിൽപ്പനയ്ക്കായി മുടക്കി. എന്നാൽ വിൽപ്പനാനന്തര സേവനത്തിനായി സർവീസ് സെന്ററുകളിൽ വളരെ കുറഞ്ഞ നിക്ഷേപം മാത്രമേ നടത്തിയിരുന്നുള്ളൂ. അതിനാൽ ഓല ഇലക്ട്രിക്കിന് 500-ൽ താഴെ സർവീസ് സെന്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പരാതികളുടെ പ്രവാഹം കൈകാര്യം ചെയ്യാൻ അവയ്ക്ക് കഴിഞ്ഞില്ല. ആ സെന്ററുകൾ പരാതികളുടെ ശ്മശാനങ്ങളായി. ഈ വിദ്വേഷത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു ഭവിഷ് അഗർവാളായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച അതേ മാധ്യമങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു വില്ലനാക്കി മാറ്റി. എന്നാൽ യഥാർത്ഥ കുഴപ്പം അരങ്ങേറിയത് കമ്പനിക്കുള്ളിലായിരുന്നു. അവിടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ടൺ കണക്കിന് പരാതികൾക്ക് പുറമെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലും ഡെലിവറികളിലും ഓല ഇലക്ട്രിക് ഇപ്പോഴും പിന്നിലായിരുന്നു. അപ്രായോഗികമായ സമയപരിധികൾ പാലിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഭവിഷ് നിരാശനാവുകയും അത് ജീവനക്കാരുടെ മേൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് മറ്റാരും തന്നെപ്പോലെ ഈ കാര്യങ്ങൾ ഗൗരവമായി എടുക്കാത്തത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഡെലിവറി ചെയ്യാനുള്ള സമ്മർദ്ദം കാരണം അദ്ദേഹത്തിന് ഇനി വേഗത കുറയ്ക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങി. പ്രസന്റേഷനുകൾ കീറിക്കളയുക, വ്യാകരണത്തെക്കുറിച്ചോ പേപ്പറിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചോ ദേഷ്യപ്പെടുക, ജീവനക്കാരെ അവരുടെ മുഖത്തു നോക്കി ഉപയോഗമില്ലാത്തവരെന്ന് വിളിക്കുക തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നു. ഒരു ജീവനക്കാരൻ തുറന്നിടേണ്ട ഗേറ്റ് അടച്ചുവെച്ചതിന് വലിയ ഫ്യൂച്ചർ ഫാക്ടറിയുടെ 3 റൗണ്ട് ഓടാൻ ഭവിഷ് ആവശ്യപ്പെട്ടതായി മിന്റ് പത്രം റിപ്പോർട്ട് ചെയ്തു. ആളുകൾ അദ്ദേഹത്തെ അഹങ്കാരി എന്ന് വിളിച്ചു. പക്ഷെ പുറത്തുള്ളവർ അഹങ്കാരമായി കണ്ടതിനെ ആദ്യം മുതൽ ഒരു മഹത്തായ എന്തെങ്കിലും കെട്ടിപ്പടുക്കാനുള്ള ഒരേയൊരു മാർഗമായിട്ടാണ് അദ്ദേഹം കരുതിയത്. അത് മഹത്വത്തിന് നൽകേണ്ട വിലയായിരുന്നു. എന്നാൽ അത് തന്റെ യാത്രയെ കൂടുതൽ ഏകാന്തമാക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. പെട്ടെന്ന് മിക്ക ആളുകൾക്കും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് അസാധ്യമായി മാറി. 2019-ൽ അദ്ദേഹത്തിന്റെ സഹസ്ഥാപകൻ ഞെട്ടിച്ചുകൊണ്ട് കമ്പനി വിട്ടുപോയി. 2020-ൽ ചീഫ് ബിസിനസ് ഓഫീസർ ജോലിയിൽ പ്രവേശിച്ച് 8 മാസത്തിനുള്ളിൽ രാജിവെച്ചു. മറ്റ് നിരവധി ഉന്നത എക്സിക്യൂട്ടീവുകളും പുറത്തുപോയിക്കൊണ്ടിരുന്നു. ഓല ഇലക്ട്രിക്കിലെ ജീവനക്കാരുടെ പുറത്തുപോകൽ നിരക്ക് വ്യവസായ ശരാശരിയേക്കാൾ 4 ഇരട്ടി കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഓല ഇലക്ട്രിക് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഓല ശരാശരിയേക്കാൾ 4 ഇരട്ടി കൂടുതലായിരുന്നു. എങ്കിലും അടുത്തതായി സംഭവിച്ചത് മിക്കവരെയും അമ്പരപ്പിച്ചു. ഉള്ളിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും പുറത്ത് അദ്ദേഹം അതിശയിപ്പിച്ചെന്നൊരു വിജയം നേടി. ഭവിഷ് തന്റെ എതിരാളികളെ നശിപ്പിക്കാൻ തുടങ്ങി. പരാതികൾ മാറ്റി നിർത്തിയാൽ ഓലയുടെ വിപണി വിഹിതം മാസം തോറും വർദ്ധിച്ചു. ഓല ഇലക്ട്രിക് വളരെ ശക്തമായ വിൽപ്പനയുടെ കുതിപ്പിലായിരുന്നു. കാരണം ഭവിഷ് നിരവധി കാര്യങ്ങൾ ശരിയാക്കി. ഓലയുടെ മാർക്കറ്റിംഗും ഹൈപ്പും മറ്റെല്ലാവരെക്കാളും മികച്ചതായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന ഫാക്ടറി നിർമ്മിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ചിലവുകൾ കുറവായിരുന്നു, ലഭ്യത കൂടുതലായിരുന്നു, ഒപ്പം സർക്കാർ സബ്സിഡികളും ഉണ്ടായിരുന്നു. മറ്റീ സ്കൂട്ടറുകളേക്കാൾ വളരെ കുറഞ്ഞ വിലയായിരുന്നു ഓല സ്കൂട്ടറുകൾക്ക്. വാസ്തവത്തിൽ പെട്രോളിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓലയുടെ വില വിപണിയിലെ ചില പെട്രോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് ഏകദേശം തുല്യമായിരുന്നു. അതിനാൽ ആളുകൾക്ക് ഓലയിലെ തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച് വലിയ ശ്രദ്ധയുണ്ടായിരുന്നില്ല. ഓല സ്കൂട്ടറുകളെ അവർ താങ്ങാനാവുന്നതും സ്റ്റൈലിഷും ഭാവിയെ ഓർമ്മിപ്പിക്കുന്നതുമായി കണ്ടു. 2024 ഏപ്രിലോടെ അതിന്റെ വിപണി വിഹിതം ഏകദേശം 50% എന്ന എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. 2025-ലേക്കുള്ള S1 സ്കൂട്ടറുകളുടെ ഒരു നിര, ഒരു ഇലക്ട്രിക് ബൈക്ക്, ഒരു ഇലക്ട്രിക് കാറിനായുള്ള പദ്ധതികൾ എന്നിവയെല്ലാം അദ്ദേഹം പ്രഖ്യാപിച്ചു. തുടർന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു. 2024 ഓഗസ്റ്റിൽ ഓല ഇലക്ട്രിക് IPO വഴി പൊതുരംഗത്തേക്ക് വന്നു. മഹത്വത്തിലേക്കുള്ള വളർച്ച തുടർന്നു. ലിസ്റ്റ് ചെയ്ത 10 ദിവസത്തിനുള്ളിൽ ഓല ഇലക്ട്രിക്കിന്റെ ഓഹരി വില കുതിച്ചുയർന്ന് ഇരട്ടിയായി. ഭവിഷ് താൻ ചെയ്യുന്നത് എന്താണെന്ന് ശരിക്കും അറിഞ്ഞിരുന്നുവെന്നും
അദ്ദേഹത്തിന്റെ വിഷലിപ്തമെന്ന് പറയുന്ന പ്രവർത്തന രീതി കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശരിയായ മാർഗമായിരുന്നുവെന്നും തോന്നി. 2024 ഓല ഇലക്ട്രിക് വിപണിയിലെ രാജാവും നിക്ഷേപകരുടെ പ്രിയങ്കരനുമായിരുന്നു. എന്നിരുന്നാലും തന്റെ ഭൂതകാലത്തിലെ പ്രേതങ്ങൾ തന്നെ വേട്ടയാടാൻ വരുന്നുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. ഓല ഇലക്ട്രിക്കിന്റെ ഏറ്റവും വലിയ നേട്ടം അത് വേഗത്തിൽ നീങ്ങി, വലുതായി നീങ്ങി. അതുകൊണ്ടുതന്നെ TVS, ബജാജ്, ഹീറോ പോലുള്ള പഴയ കമ്പനികൾ അപ്രതീക്ഷിതമായി ഞെട്ടിപ്പോയി. ഓല ഇലക്ട്രിക്കിനുള്ള ഒരേയൊരു യഥാർത്ഥ മത്സരം ആധർ എന്ന സ്റ്റാർട്ടപ്പിൽ നിന്നായിരുന്നു. അവർക്ക് വലിയ പണച്ചാക്കുകൾ ഉണ്ടായിരുന്നില്ല. കൂടാതെ അവരുടെ സ്കൂട്ടറുകൾ പ്രീമിയം വിലയ്ക്കാണ് വിറ്റത്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഓലയുടെ S1 സ്കൂട്ടറുകൾ അല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. പഴയ കമ്പനികൾ സാധ്യത തിരിച്ചറിഞ്ഞ് 2024 ശക്തമായി വളർന്നു. അവർക്ക് അതിനകം മികച്ച ഡീലർ ശൃംഖല, സേവന വിശ്വാസ്യത, സ്ഥാപിത വിശ്വാസം എന്നിവ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ അവർ എതിരാളി ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയപ്പോൾ അതെല്ലാം അവസാനിച്ചു. ഓല നിലവിലുള്ള ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു പകരം വേഗത്തിലും കൂടുതൽ സ്കൂട്ടറുകൾ വിൽക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഉപഭോക്താക്കളുടെ ക്ഷമയൊടുവിൽ നശിച്ചു. ബദലുകൾ ലഭ്യമായതോടെ അവർ ഓലയെ ഒഴിവാക്കി മറ്റു വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഓലയുടെ വിപണി വിഹിതം കുത്തനെ ഇടിഞ്ഞ് 2025 മെയ് മാസത്തോടെ ഏകദേശം 20% മാത്രമായി. വിശ്വസനീയരായ പഴയ കമ്പനികൾ വിപണി പിടിച്ചടക്കിയതാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിന്റെ വിൽപ്പന ഏകദേശം പകുതിയായി കുറഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം 2200 കോടിയിലധികം രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്തു. അതിന്റെ ഓഹരി വില അതിന്റെ ഉയർന്ന നിലയിൽ നിന്ന് 70% കുറഞ്ഞു. തൊഴിൽപരമായ വിഷലിപ്തമായ സംസ്കാരത്തെക്കുറിച്ച് ആരോപണങ്ങൾ തുടരുന്നുവെങ്കിലും എല്ലാം ഉടൻ ശരിയാവുമെന്ന് അദ്ദേഹം ഇപ്പോഴും അവകാശപ്പെടുന്നു. ഉന്നത എക്സിക്യൂട്ടീവുകൾ ജോലിയിൽ പ്രവേശിച്ച ആഴ്ചകൾക്കുള്ളിൽ രാജിവെക്കുന്നു. ആദ്യമായി വിപണിയിലെത്തിയതിനാൽ വിശ്വാസം വളർത്താൻ ഓലയ്ക്കൊരു സുവർണ അവസരമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അത് നഷ്ടപ്പെടുത്തി. ഇന്ത്യൻ കാർ വിപണിയെ ശരിയാക്കിയ അഭിമുഖിയായ ഒരു യുവ സംരംഭകരിൽ നിന്ന് തന്റെ സാമ്രാജ്യത്തിന്റെ തകർച്ച നേരിടുന്ന മൂലയിലിരിക്കേണ്ടി വന്ന ഒരു CEO ആയി അദ്ദേഹം മാറി. അദ്ദേഹം എതിരാളികളോട് തോറ്റില്ല. അദ്ദേഹം തോറ്റത് തന്നെ അവഗണിച്ച ഉപഭോക്താക്കളോടാണ്.